ഓം ശരവണ ഭവ. എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നാളെ രവി പ്രദോഷമാണ്. മിഥുനമാസത്തിലെ കറുത്തപക്ഷത്തിൽ ഞായറാഴ്ചയോട് കൂടി വരുന്ന പ്രദോഷം. ഞായറാഴ്ചയെ നമ്മൾ രവിവാരം എന്ന് വിളിക്കുന്നത് കൊണ്ടാണ് ഈ പ്രദോഷം രവി പ്രദോഷം എന്നറിയപ്പെടുന്നത്. നാളത്തെ ദിവസം നമ്മൾ വ്രതമെടുക്കേണ്ടുന്ന രീതിയെക്കുറിച്ചും ചൊല്ലേണ്ടുന്ന മന്ത്രത്തെക്കുറിച്ചും ക്ഷേത്രത്തിൽ ചെയ്യേണ്ടുന്ന പ്രധാനമായിട്ടുള്ള ഒരു വഴിപാടിനെ കുറിച്ചുമാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. വീഡിയോ മുഴുവൻ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം. ഈ ഒരു വഴിപാട് നമ്മൾ ക്ഷേത്രത്തിൽ കഴിപ്പിക്കുന്നത് നമുക്ക് ഒരു വർഷത്തെ ഐശ്വര്യവും സമൃദ്ധിയുമാണ് ഫലമായി തരുന്നത്. വളരെയധികം പവർഫുള്ളായിട്ടുള്ളതാണ് ഈ വഴിപാടുകൾ എന്ന് പറയുന്നത്. കഴിയുന്നതും നാളെ തന്നെ നിങ്ങളിത് ചെയ്യാനായിട്ട് നോക്കണം. ഇത് നാളെ ചെയ്യാൻ പറ്റാത്തവർക്ക് നാളെ കഴിഞ്ഞ് തിങ്കളാഴ്ച മാസശിവരാത്രിയാണ്. അതായത് നമുക്കറിയാം, ത്രയോദശി വരുന്നതിന് പ്രദോഷമെന്നും ചതുർദശി വരുന്നതിന് മാസത്തിലെ ശിവരാത്രി ആയിട്ടുമാണ് നമ്മൾ കണക്ക് കൂട്ടുന്നത്. അപ്പം ഈ പ്രാവശ്യം തിങ്കളാഴ്ചയും തിരുവാതിര നക്ഷത്രവും മാസ ശിവരാത്രിയും കൂടി ഒന്നിച്ചാണ് വന്നിരിക്കുന്നത്. ഇതെല്ലാം ഭഗവാൻ മഹാദേവനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. മാസശിവരാത്രിക്ക് ചെയ്യേണ്ടുന്ന പ്രധാനമായിട്ടുള്ള വഴിപാടിനെക്കുറിച്ചും പൂജയെക്കുറിച്ചും ഞാൻ പറയാം. അപ്പോൾ നാളെ രവിപ്രദോഷത്തിൽ നിങ്ങൾക്ക് ഈ 2 വഴിപാടുകൾ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അതിലും വളരെയധികം ഓസ്പീഷ്യസ് ആയിട്ടുള്ള തിങ്കളാഴ്ചയും തിരുവാതിര നക്ഷത്രവും ചതുർദശി തിഥിയും ഒന്നിച്ചു വരുന്ന അന്നത്തെ ദിവസവും നമുക്കിത് ചെയ്യാവുന്നതാണ്. അപ്പോൾ എന്താണ് നമ്മൾ ചെയ്യേണ്ടതെന്നുള്ളതാണ് നോക്കുന്നത്. അതിനു മുൻപ് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ഒരു ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ മുഴുവനായിട്ട് കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത്. നമ്മൾ നാളത്തെ ദിവസത്തെ പ്രദോഷം നമുക്കറിയാം, ത്രയോദശി തിഥി സന്ധ്യയ്ക്ക് വരുന്ന ദിവസമാണ് പ്രദോഷം എന്ന് പറയുന്നത്. പ്രദോഷ സന്ധ്യ എന്ന് പറയുന്നത് 4:30 മുതൽ 6 മണി വരെയും 6 മണി മുതൽ 7:30 വരെയും വരുന്ന ആ ഒരു സമയമാണ്. അതിൽ തന്നെ ഞായറാഴ്ച രാഹുകാലം കൂടി ഒന്നിച്ചു വരുന്നുണ്ട്. ഞായറാഴ്ച രാഹുകാലത്തിൽ നമ്മൾ പൂജിക്കുന്നത് ശരഭേശ്വരനെയാണ്. ശരഭേശ്വരൻ എന്ന് പറയുന്നത് സാക്ഷാൽ മഹാദേവൻ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇതെല്ലാം കൂടിയിട്ട് ഒന്നിച്ചു വരുന്ന നാളത്തെ ദിവസം അതിപ്രാധാന്യം അർഹിക്കുന്നത് തന്നെയാണ്. വ്രതമെടുക്കുന്നവരൊക്കെ നാളെ സൂര്യ ഉദയത്തിന് മുൻപുണർന്ന് കുളിച്ച് പൂജാമുറിയിൽ വിളക്ക് കൊളുത്തണം. അതേപോലെ തന്നെ നെറ്റിയിൽ ഭസ്മം ധരിക്കണം. കുളിക്കുന്ന സമയത്ത് സോപ്പ് തേക്കാതെ തലയിൽ എണ്ണ വെക്കാതെയൊക്കെ കുളിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇതുവരെയും നിങ്ങളത് ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ, ഫോളോ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും അത് ഫോളോ ചെയ്യണം. അതിനുശേഷം പൂജാമുറിയിൽ വിളക്ക് കൊളുത്തി ഭഗവാന്റെ ശിവലിംഗമുണ്ടെങ്കിൽ അഭിഷേകം ചെയ്യുന്നവർക്ക് പഞ്ചാമൃതം കൊണ്ട് അഭിഷേകം ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ നമുക്ക് രുദ്രദീപം കൊളുത്തി വെക്കാവുന്നതാണ്. രുദ്രദീപം കൊളുത്തി വെക്കുന്നത് നമ്മൾ ആ ഒരു പ്രദോഷ സന്ധ്യാസമയത്താണ്. രുദ്രദീപം എന്നൊക്കെ പറയും. രുദ്രാക്ഷദീപം എങ്ങനെയാണ് കൊളുത്തേണ്ടതെന്നുള്ളത് ഓൾറെഡി ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളത് കൊണ്ട് എല്ലാവർക്കും അത് അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ രുദ്രാക്ഷദീപം കൊളുത്തണം. അതേപോലെ തന്നെ രാവിലെ വിളക്ക് കൊളുത്തി ഓം നമഃശിവായ എന്ന ഭഗവാന്റെ പഞ്ചാക്ഷരി മന്ത്രം 108 പ്രാവശ്യം ജപിക്കണം. മഹാമൃത്യുഞ്ജയ മന്ത്രം അത് നമ്മൾ എല്ലാ ദിവസവും ജപിക്കുന്നത് നല്ലതാണ്. അങ്ങനെയല്ലെങ്കിൽ തിരുവാതിര നക്ഷത്രം, തിങ്കളാഴ്ച, മാസശിവരാത്രി, പ്രദോഷം വരുന്ന ദിവസങ്ങളിൽ 3 പ്രാവശ്യമെങ്കിലും ജപിക്കുന്നതും 3 പ്രാവശ്യം ജപിച്ച് ഭഗവാന്റെ ഫോട്ടോയ്ക്കോ ശിവലിംഗത്തിനോ കൂവളത്തിലകൾ സമർപ്പിക്കുന്നതും വളരെ വളരെ ശ്രേഷ്ഠമാണ്. അതേപോലെ തന്നെ നമ്മൾ എന്തെങ്കിലുമൊക്കെ മെഡിസിൻസ് എടുക്കുന്ന സമയത്ത്, ഇപ്പം പ്രഷർ, ഷുഗർ, കൊളസ്ട്രോൾ, പനി വരിക, ജലദോഷം വരിക, തുമ്മലുണ്ടാവുക, തൈറോയിഡ്, PCOD, നമുക്ക് എന്ത് രോഗവും ആയിക്കൊള്ളട്ടെ, ആ രോഗം വന്ന് നമ്മൾ അതിന് മെഡിസിൻ എടുക്കുന്നവരാണെങ്കിൽ ആ ടാബ്ലറ്റ് അല്ലെങ്കിൽ ആ സിറപ്പ് കയ്യിലെടുത്ത് ഈ ഒരു മഹാമൃത്യുഞ്ജയ മന്ത്രം 1 അല്ലെങ്കിൽ 3 പ്രാവശ്യമോ ചൊല്ലിയിട്ട് നമ്മളത് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ അസുഖം വളരെ പെട്ടെന്ന് ഭേദമായി കിട്ടും. മഹാമൃത്യുഞ്ജയ മന്ത്രം ചൊല്ലി മരണക്കിടക്കയിൽ നിന്നും എഴുന്നേറ്റ് വന്ന ആളുകളൊക്കെയുണ്ട്. ശാസ്ത്രം അത് തെളിയിച്ചിട്ടുള്ള കാര്യം കൂടിയിട്ടാണ്. അത്രമാത്രം പവർഫുൾ ആയിട്ടുള്ളതാണ് മഹാമൃത്യുഞ്ജയ മന്ത്രം എന്ന് പറയുന്നത്. അതായത് ക്യാൻസർ ബാധിച്ച ഒരു പേഷ്യൻ്റ് വളരെ ക്രിട്ടിക്കൽ നിലയിലായിരുന്നു. ആ ആളുടെ അടുത്ത് പോയിരുന്ന് മഹാമൃത്യുഞ്ജയ മന്ത്രം ജപിച്ച് അതിൽ നിന്നും ആ ആൾ മുക്തി നേടി മാറ്റമുണ്ടായതായിട്ടുള്ള ഒരു സ്റ്റോറി. അത് സ്റ്റോറിയല്ല, റിയൽ ലൈഫിൽ സംഭവിച്ച ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ വിശ്വാസപൂർവ്വം നമ്മൾ എന്ത് മെഡിസിൻ കഴിക്കുന്നതിന് മുമ്പ് നമ്മുടെ മക്കൾക്കൊക്കെ പനി വന്ന് കടന്നുപോയാലും ചുമ വന്നാലും ഒക്കെ നമ്മൾ ആ മെഡിസിൻ കഴിക്കുന്നതിന് മുമ്പ് നമ്മൾ ആ മെഡിസിൻ കയ്യിൽ പിടിച്ച് മഹാമൃത്യുഞ്ജയ മന്ത്രം 1 പ്രാവശ്യമോ 3 പ്രാവശ്യമോ ചൊല്ലിയിട്ട് നമ്മളത് മക്കൾക്ക് കൊടുത്തു നോക്കൂ. അല്ലെങ്കിൽ നമ്മുടെ ഭർത്താക്കന്മാർക്കോ അമ്മമാർക്കോ അച്ഛന്മാർക്കോ ആർക്കും ആയിക്കൊള്ളട്ടെ,
നമ്മൾ ഡെയിലി അത് ചെയ്യുമ്പോൾ, ഇപ്പോൾ ഒരു ദിവസം കൊണ്ടൊരു മാറ്റമല്ല ഞാൻ പറയുന്നത്, നമ്മൾ ഡെയിലി ഇപ്പോൾ നിങ്ങൾക്ക് ഷുഗറും പ്രഷറും കൊളസ്ട്രോളും ഒക്കെ ഉള്ളവരാണ്, അതിൻ്റെയൊക്കെ മെഡിസിൻസ് നിങ്ങൾ കഴിക്കുന്നവരാണ്, ഇല്ലെങ്കിൽ കാൽമുട്ട് വേദന, കൈമുട്ട് വേദന, അതിനുള്ള ഓയിൽമെൻ്റ് ഒക്കെ തേക്കുന്നവരാണെങ്കിലും ആ ഓയിൽമെൻറ്റ് കയ്യിലെടുത്ത് ഈ മന്ത്രം ചൊല്ലിയിട്ട് തേച്ചാൽ മതി, അതിനുള്ള ഫലം നമുക്ക് കിട്ടും. അത്ര പവർഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണത്. അപ്പോൾ അത് ചെയ്യണം. അതേപോലെ തന്നെ നാളത്തെ ദിവസത്തെ ക്ഷേത്ര ദർശനം, എപ്പോഴും ഞാൻ പറയുന്നത് പോലെ പ്രദോഷ സന്ധ്യാസമയത്തെ ക്ഷേത്ര ദർശനമാണ് ഏറ്റവും നല്ലത്. കാരണം ഭഗവാൻ മഹാദേവൻ്റെ താണ്ഡവം കാണാൻ വേണ്ടിയിട്ട് ആ സമയത്ത് സകല ദേവീദേവന്മാരുടെയും അനുഗ്രഹം നമുക്ക് ലഭിക്കും. അതുകൊണ്ട് തന്നെ ആ സമയത്ത് പോയി ക്ഷേത്രം ദർശിക്കുന്നതാണ് ഏറ്റവും ശ്രേഷ്ഠം. പറ്റാത്തവർക്ക് രാവിലെ പോകാവുന്നതാണ്. ഇനി ക്ഷേത്രം ദർശിക്കുന്ന സമയത്ത് ക്ഷേത്രത്തിലോട്ട് നാളെ വിളക്ക് വാങ്ങിച്ചു കൊടുക്കാം. ഭഗവാന്റെ ഗർഭഗൃഹം, ഭഗവാൻ ഇരിക്കുന്ന ശ്രീകോവിലിനുള്ളിൽ ഭഗവാന് വെളിച്ചമേവാൻ വേണ്ടിയിട്ട് വിളക്കുകൾ വാങ്ങിച്ച് ദാനം ചെയ്യുന്നു, പ്രത്യേകിച്ച് തൂക്ക് വിളക്കുകൾ വാങ്ങിച്ച് ദാനം ചെയ്യുന്നത് വളരെ വളരെ ശ്രേഷ്ഠമാണ്. ഇനി നമ്മൾ ക്ഷേത്രത്തിൽ നാളത്തെ ദിവസം ചെയ്യേണ്ടുന്ന വഴിപാട്, ഈ ഒരു വഴിപാട് ആർക്ക് വേണമെങ്കിലും ചെയ്യാവുന്നതാണ്, ഏതൊരു ദിവസവും ചെയ്യാവുന്നതാണ്. പക്ഷേ മഹാദേവന് പ്രിയപ്പെട്ട ദിവസങ്ങളിൽ ചെയ്യുമ്പോൾ അത് വളരെ ശ്രേഷ്ഠമാണ്. അപ്പോൾ അതുകൊണ്ടാണ് നാളെ ചെയ്യാൻ പറഞ്ഞത്. 2 കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്. ഈ 2 വഴിപാടും ഒന്നിച്ച് ഒരേ ദിവസം ഒരേ സമയം തന്നെ ഭഗവാന് ചെയ്യണം. നമ്മുടെ വീട്ടിൽ എത്ര പേരുണ്ടോ അത്രയും പേരുടെ പേരിൽ നമുക്കിത് ചെയ്യാം. ഇപ്പം ഒരു വർഷത്തിൽ ഒരിക്കൽ നമ്മളിത് ചെയ്താൽ മതി. ഇപ്പോൾ ഈ മിഥുനത്തിലെ പ്രദോഷത്തിൽ നമ്മളിത് ചെയ്തു കഴിഞ്ഞാൽ അടുത്ത വർഷം മിഥുനത്തിലെ പ്രദോഷമാകുമ്പോഴേക്കും നമ്മൾ ചെയ്താൽ മതിയാവും. ചെയ്യേണ്ടത് ക്ഷേത്രത്തിൽ പോയി നമ്മുടെ വീട്ടിൽ എത്ര ഏണിംഗ് മെമ്പേഴ്സ് ഉണ്ടോ അവരുടെ പേരിൽ മാത്രമായോ, അങ്ങനെ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ എത്ര മെമ്പേഴ്സ് ഉണ്ടോ അവരുടെ പേരിൽ മൊത്തമായിട്ടോ ചെയ്യും. ഇപ്പോൾ 4 പേരാണെങ്കിൽ 4 പേരുടെ പേരിലും ചെയ്യാം. ഇപ്പോൾ ഹസ്ബൻഡ് മാത്രമാണ് ജോലിക്ക് പോകുന്നതെങ്കിൽ ഹസ്ബൻഡിൻ്റെ പേരിൽ മാത്രമായിട്ടും ചെയ്യാം. നമ്മുടെ കയ്യിലുള്ള എമൗണ്ട് അനുസരിച്ച് നിങ്ങൾക്കത് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഒരു പ്രാവശ്യം ഒരാൾക്ക് ചെയ്യുക, അടുത്ത തിങ്കളാഴ്ചയാകുമ്പോൾ വീട്ടിലെ അടുത്ത വ്യക്തിയുടെ പേരിൽ അങ്ങനെ വേണമെങ്കിലും ചെയ്യാവുന്നതാണ്. അതായത് നമ്മൾ ചെയ്യേണ്ടത് കൂവളത്തില കൊണ്ടുള്ള അർച്ചന, മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി, ഇത് 2ഉം ക്ഷേത്രത്തിലുണ്ടാവും. മൃത്യുഞ്ജയ അർച്ചനയെന്നാണോ മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി എന്നാണോ ക്ഷേത്രത്തിൽ പറയുന്നതെന്നറിയില്ല, അത് ഓരോ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കും. അതായത് കൂവളത്തിലകൾ ഭഗവാന് പറിച്ചുകൊണ്ട് അർച്ചന ചെയ്യുക, അതാണ് ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് മൃത്യുഞ്ജയ അർച്ചന അല്ലെങ്കിൽ മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി, അതായത് മൃത്യുഞ്ജയ മന്ത്രം ചൊല്ലിക്കൊണ്ടുള്ള അർച്ചന അല്ലെങ്കിൽ പുഷ്പാഞ്ജലിയാണത്. ഇത് 2ഉം എല്ലാ ക്ഷേത്രങ്ങളിലും ഉണ്ടാവുന്നതാണ്, ഒരുമാതിരിപ്പെട്ട എല്ലാ ശിവക്ഷേത്രങ്ങളിലും കാണും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ആരുടെയൊക്കെ പേരിൽ ചെയ്യുന്നു അവരുടെ പേരും നാളും പറഞ്ഞ് ഈ 2 അർച്ചനയ്ക്ക് റെസിപ്റ്റ് എടുക്കുക, ക്ഷേത്രത്തിലെ തിരുമേനിയെ കൊണ്ട് ഇത് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ്. നമ്മുടെ വീട്ടിൽ കൂവളമരമുണ്ടെങ്കിൽ കൂവളമരത്തിൽ നിന്നും ഇലകൾ പറിച്ചുകൊണ്ടുപോയി ക്ഷേത്രത്തിൽ കൊടുത്ത് നമുക്ക് ഈ ഒരു അർച്ചന ചെയ്യിപ്പിക്കാം. അല്ലെങ്കിൽ ക്ഷേത്രത്തിൽ കിട്ടുന്നത് വാങ്ങിക്കൊടുത്താലും മതിയാവും. അപ്പോൾ എങ്ങനെയാണെങ്കിലും നമ്മളത് ചെയ്യുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ മൃത്യുഞ്ജയ അർച്ചന അല്ലെങ്കിൽ മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി അതും ചെയ്യുക. അപ്പോൾ ഈ 2 കാര്യവും നമ്മൾ ചെയ്യണം. വളരെയധികം ബെനിഫിറ്റ് കിട്ടുന്ന, വളരെ പെട്ടെന്ന് നമുക്ക് നമ്മുടെ ആഗ്രഹ സാധ്യം നമുക്ക് വളരെ പെട്ടെന്ന് നേടിത്തരുന്ന പുഷ്പാഞ്ജലിയാണിത്. ഈ 2ഉം ഒരേ സമയത്ത് ഒരേ ദിവസം നാളെ തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കണം. പിന്നെ നാളത്തെ ദിവസം ക്ഷേത്ര ദർശനം നടത്തുമ്പോൾ അവിടെ ഇരുന്ന് കഴിയുന്ന അത്ര ഓം നമഃശിവായ എന്നുള്ള ഭഗവാന്റെ പഞ്ചാക്ഷരി മന്ത്രം നാളത്തെ ദിവസം നമ്മൾ കഴിയുന്നത്ര ജപിക്കേണ്ടത് പഞ്ചാക്ഷരി മന്ത്രമാണ്. അതേപോലെ പഞ്ചാക്ഷരി സ്തോത്രമുണ്ട്, നാഗേന്ദ്രഹാരായ ത്രിലോചനായ എന്ന് തുടങ്ങുന്ന നമഃശിവായ എന്നുള്ള മന്ത്രത്തിൻ്റെ പൂർണ്ണ അർത്ഥം തരുന്ന പഞ്ചാക്ഷരി കീർത്തനം, അതും നാളത്തെ ദിവസം 3 പ്രാവശ്യം ജപിക്കുന്നത് വളരെ വളരെ ശ്രേഷ്ഠമാണ്. ജപിക്കുകയോ കേൾക്കുകയോ നമുക്ക് ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ നാളത്തെ ദിവസം നമ്മൾ വ്രതം അവസാനിപ്പിക്കുന്നത് ക്ഷേത്രത്തിൽ നിന്ന് നമുക്ക് കരിക്ക്, പഴം ഇതൊക്കെ കിട്ടും, അത് കഴിച്ചോ അല്ലെങ്കിൽ ക്ഷേത്ര ദർശനം കഴിഞ്ഞ് വീട്ടിൽ വന്നിട്ട് വീട്ടിൽ നിന്നുള്ള എന്തെങ്കിലും ഫുഡ് നമുക്ക് കഴിച്ചുകൊണ്ട് വ്രതം അവസാനിപ്പിക്കാവുന്നതാണ്. പക്ഷേ നാളെ നിങ്ങൾ നോൺ വെജ് ഒന്നും കഴിക്കരുത്. വ്രതം കംപ്ലീറ്റ് ആയിട്ട് അതങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്ത് പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് കുളിച്ച് നമുക്ക് ആ വ്രതം പാരണ വിടാവുന്നതാണ്. അപ്പോൾ എല്ലാവരും നാളത്തെ ദിവസം ഇത് ചെയ്യാനായിട്ട് ശ്രമിക്കണം. വളരെ നല്ല ഫലങ്ങൾ കിട്ടും. എല്ലാവരെയും ഭഗവാൻ മുരുകൻ അനുഗ്രഹിക്കട്ടെ. ഓം ശരവണ.